ലേബർ റൂമിൽ നിൽക്കുമ്പോഴാണ്. ഇപ്പം നമുക്ക് എല്ലാവരും ഓർമ്മയുണ്ട്. കാരണം അത് റാഹത്തോടെ പ്രസവിക്കണം എന്ന ഒരു താല്പര്യം നമുക്കുണ്ട്. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, റാഹത്തോടെ പ്രസവിച്ചില്ലെങ്കിൽ പൈസക്ക് വല്ല ഇളവുണ്ടാവും. ഒരു 3 ലക്ഷം റുപ്യൊക്കെ പ്രതീക്ഷിക്കണം. അപ്പോൾ റാഹത്തോടെ സുഖപ്രസവമാണെങ്കിൽ ഒരു 50 റുപ്യേൻ്റെ ഉള്ളിൽ തീരും ചെയ്യും. അപ്പോൾ രണ്ട് കാര്യമാണ്. നിങ്ങളെ മനസ്സിലേ അറിയുള്ളൂ. പെണ്ണുങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടാണോ, അതല്ല നിങ്ങൾ പണത്തിനെ മഹബത്ത് വെച്ചത് കൊണ്ടാണോ എന്നൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായും അങ്ങനെയാണ് ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രശ്നങ്ങളുള്ള ആളുകൾ തന്നെയാണ് കുറേ ആളുകൾ. അതിനൊക്കെ പരിഹാരം ദുആ മാത്രമാണ്. ആ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ട് 1500-ാം ജന്മദിനത്തിനോടനുബന്ധിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കഴിഞ്ഞ വർഷം നടത്തിയ പരിപാടിയേക്കാൾ വളരെ വിപുലമാണ് എല്ലാ നാടുകളിലും. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ നാട്ടിൽ നടക്കുന്ന ഒരുപാട് പരിപാടികൾ കാണുന്നുണ്ട്. ഇവിടെയും പരിമിതമായ ഒരു സ്ഥലമാണെങ്കിലും അതിനപ്പുറം അൽഹംദുലില്ലാഹ് നമുക്ക് ഇതൊക്കെ ഇവിടെ നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിവിടെ വന്നിരുന്നു. KCF-കാരുടെ 2 പരിപാടികളിൽ പങ്കെടുത്തു. വളരെ പ്രൗഢമായ മജ്‌ലിസ്. അത് കഴിഞ്ഞ മസ്കത്തിൽ പോയിരുന്നു. അവിടെയും അൽഹംദുലില്ലാഹ് പ്രഭാത മൗലിദും രാത്രി നടന്ന പരിപാടികളൊക്കെ വളരെ സജീവമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് മർക്കസിന്റെ കീഴിൽ കോഴിക്കോട് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം അൽഹംദുലില്ലാഹ് വളരെ വിപുലമായ രൂപത്തിൽ തന്നെ നടന്നു. ഇപ്പോൾ അത് സമാപിച്ചു കഴിഞ്ഞു. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ എല്ലാ സ്ഥലങ്ങളിലും വളരെ വിപുലമായി തന്നെ നടക്കുന്നു. യഥാർത്ഥത്തിൽ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നത്, ഇല്ലെങ്കിൽ പറഞ്ഞു തന്നത്, ഇല്ലെങ്കിൽ മൗനം വീക്ഷിച്ചത് 3 കാര്യങ്ങളാണ് അവിടുത്തെ ചര്യയുള്ളത്. ചര്യ സുന്നത്ത് എന്ന് പറയുന്നത് 3 കാര്യത്തിനാണ്. ഒന്ന്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പറയാം. നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചോളൂ, അപ്പൊ നമുക്ക് പ്രവർത്തിക്കാം. ഇങ്ങനെ പറയാൻ പാടില്ല, അപ്പൊ പറയാതിരിക്കുക. ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാം. മൂന്നാമത്തെ കാര്യമാണ് മൗനം വീക്ഷിക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട് ഒരാള് എന്തോ കാണിച്ചു. ആ കാണിച്ചപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും പറഞ്ഞില്ല. അതങ്ങനെ കണ്ടിരുന്നു. ഇതിനാണ് മൗനം വീക്ഷിക്കുക എന്ന് പറയുന്നത്. അതും സുന്നത്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിലേക്ക് കയറി വന്നപ്പോ കുട്ടികൾ മുത്തുനബിയെ പ്രശംസിച്ചുകൊണ്ട് നല്ല പാട്ട് പാടി, ദഫടിച്ചുകൊണ്ട്. ആ പാട്ട് പാടിയപ്പോൾ മുത്തുനബി കയറി വന്നപ്പോൾ അത് നിർത്തിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പാടിയ പാട്ട് വീണ്ടും പാടാൻ വേണ്ടി പറഞ്ഞു. അതനുസരിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ നാടുകളിൽ നടക്കുന്ന മൗലിദ് എന്ന പേരിൽ ഞാൻ പഠിക്കുന്ന അവിടുത്തെ മദ്ഹകൾ, ശറഫലന, മങ്കൂസ്, ഇതിലൊക്കെ മുത്തുനബിയുടെ മൗലിദുകളാണ്. ഇതിങ്ങനെ പാടുന്നത്. അത് അറബികളാകുന്ന ആളുകൾ അവരുടെ ഭാഷ തന്നെ അറബി ആയതുകൊണ്ട് ശറഫലന, മങ്കൂസ് എന്ന പേരില്ലെങ്കിലും അവർ നിമിഷങ്ങളെ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹകൾ പാടുന്നു, പറയും. ആ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അനുസരണവും മഹബ്ബത്തും രണ്ടാണ്. ഒരു പോലീസുകാരനാകുന്ന ഒരാൾ പറഞ്ഞു, എടാ റുക്കൂഴിലേക്ക് പോകണം. അപ്പോൾ റുക്കൂക്ക് പോകും. പിന്നെ പറയും റുക്കൂഴിൽ നിന്ന് എണീക്കാൻ. ആ പോലീസ് പറയുമ്പോൾ പിന്നെ എണീക്കും. പിന്നെ പറയും കുമിഞ്ഞിരിക്കാൻ. അപ്പോൾ കുമിഞ്ഞിരിക്കും. പിന്നെ 2 കാലം മേപ്പോട്ട് കാക്കാൻ പറഞ്ഞാൽ ആക്കന്നെ. അത്
അനുസരണമാണ്. അനുസരണമാണ്. പക്ഷേ മഹബത്ത് കൊണ്ടുള്ള അനുസരണമല്ല, അത് പേടിച്ചുകൊണ്ടുള്ള അനുസരണമാണ്. അത് പേടിയാണ്. കാരണം പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ അടി വരും, അല്ലെങ്കിൽ ചവിട്ട് വരും, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പീഡനം വരും എന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ. എന്നാൽ അത് അനുസരണത്തോടു കൂടെയുള്ള, മഹബത്തോടു കൂടെയുള്ള അനുസരണമല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ മഹബത്ത് വെക്കേണ്ടത്, നാം അനുസരണ വേണം, മഹബത്തോടു കൂടെയുള്ള അനുസരണമാണ്. ഇതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യം. അപ്പൊ അവിടുന്ന് ജീവിതത്തിൽ കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് നന്മകൾ ഉണ്ടാവുകയുള്ളൂ, ഹൈറുകൾ ഉണ്ടാവുകയുള്ളൂ. അവിടുത്തെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ, ഈ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ രക്ഷയുള്ളൂ, അവിടെയുള്ളൂ. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിലാണ് ഖാദിസിയ്യ യുദ്ധം നടക്കുന്നത്. ഖാദിസിയ്യ യുദ്ധം നടക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഖാദിസിയ്യ യുദ്ധം നടക്കുന്നത്. ആ ഖാദിസിയ്യ യുദ്ധം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്ത് ചെന്നിട്ട് അണികൾ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, യുദ്ധത്തിന് അമീറായിട്ട് നമ്മൾക്ക് ഒരാൾ വേണം, യുദ്ധത്തിന് അമീറായിട്ട് ഒരാളെ തരണം. അപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഞാൻ തന്നെ പോരാ, ഞാനല്ല പോരാ അമീറായിട്ട്. പക്ഷേ മഹബത്തുള്ള അണികളായതുകൊണ്ട്, നല്ല സ്നേഹമുള്ള അണികളായതുകൊണ്ട് അവര് പറഞ്ഞു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ പോരാ, നിങ്ങൾ പോന്നാൽ ചിലപ്പോ നമുക്ക് യുദ്ധമാണല്ലോ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ നമുക്ക് നേതാവ് ഉണ്ടാവില്ല. മഹബത്ത് ഉണ്ടാകുമ്പോഴാണ് അത് പറയുള്ളൂ. അല്ലാത്തവരാണെങ്കിൽ പറയും, നമ്മളെല്ലാം പോകട്ടെ, എങ്ങനെയെങ്കിലും ശരിയായ അടുത്ത പ്രസിഡന്റ് എടുക്കാവാ അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ പള്ളി കമ്മിറ്റിയും മദ്രസന്റെ കമ്മിറ്റിയും ഒക്കെ കൂടുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മളെ ഇവിടെ തന്നെയാണെങ്കിലും കമ്മിറ്റി കൂടുമ്പോൾ അതിന് മുമ്പ് ഒരു കമ്മിറ്റി ഉണ്ടാവും വേറെ. ആ കമ്മിറ്റിയിലൊക്കെ പാസ്സാക്കും. കാരണം ഓൻ എന്തായാലും സെക്രട്ടറി ആക്കാൻ പറ്റില്ല, ഓൻ എന്തായാലും ഈ പ്രാവശ്യം ഒഴിവാക്കണം എന്ന് ചർച്ച ചെയ്ത ആളുകളൊക്കെ അവിടെ ഉണ്ടാവും. കയ്യൊന്നും വെക്കണ്ട, വാട്സപ്പിൽ വെക്കണ കുട്ടിയാണ്, ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണോ? അങ്ങനെ ഒരു ചർച്ച നടക്കും. യഥാർത്ഥത്തിൽ ആ ചർച്ച നടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു പോയി, ഒരു കാര്യമല്ല. ഓ തീരായത്തിനൊന്നുമില്ല, മഹബത്തില്ലാത്തതുകൊണ്ടാണ്. ഓ വലിയ നേതാവ് പറഞ്ഞു ഓണ്ട് ഇറങ്ങട്ടെ, നമ്മളങ്ങനെയൊക്കെ പറയാം, ഓ നേതാവ് പറഞ്ഞു തീർക്കാം, അവിടെ ഇറങ്ങട്ടെ. അവിടെ ഇറങ്ങുമ്പോഴല്ല ശരിയാവും. ഓ കുപ്പായത്തിൽ ചെളിയാക്കാതെ നമ്മളോട് ഇങ്ങനെ കൽപ്പിക്കുക, ഓരെ ഇങ്ങനെ എന്ത് ചെയ്യുക, അവിടെ കുത്തിരിക്കുക, നമ്മളിങ്ങനെ പഴെടുക്കുക, നോവലിൽ സെക്രട്ടറി പ്രസിഡന്റായി കുത്തിരിക്കുക. ഇത് മഹബത്തില്ലാത്ത ആളുകളാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മഹബത്തുള്ള അണികളായതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോരണ്ട, ഒരാളെ തന്നാൽ മതി. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്നാൽ ഞാൻ ഒരാളെ തരാം. അതാരാ? ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിന് അമീറായി കൊടുത്തു. യുദ്ധത്തിന് അമീറായി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവര് എടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാണെങ്കിൽ ഈ ഉച്ചൽ കഴിഞ്ഞാണ്ട് നെല്ലരിക്കൻ്റെ ടൈമാണ്. ഉച്ചൽ കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം റെസ്റ്റ് എടുക്കും. അതാണ് ഉച്ചലിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ഒരു കൽപ്പന വന്നു. പിന്നെ രക്ഷയൊന്നുമില്ല, പോകുന്നെ. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് നേതാവായി അമീറായി പോകാൻ ഓലെല്ലാവരും അവിടെ താങ്ങി പിടിച്ച് കൊണ്ടുപോയി. ബഹുമാനപ്പെട്ടവർക്ക് റെസ്റ്റ് തന്നെയാണ്. അവിടെ നിന്ന് നല്ല ഒരു കട്ടിലുണ്ടാക്കി കൊടുത്തു. ആ കട്ടില് നല്ല പ്രൗഢിയുള്ള കട്ടിലാണ്. ആ കാലഘട്ടത്തിൽ പുല്ലുകൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ കട്ടിലാണ്. നമുക്കറിയാം, തമിഴ്നാട് ഏരിയകളിലൊക്കെ പോകും ഇപ്പോഴും ഈ കയറ് കൊണ്ട് പിരിച്ച കട്ടിലുകൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നല്ല ആടി ഉറങ്ങാൻ പറ്റിയ കട്ടിലുകളാണ്. ആ കാലഘട്ടത്തിൽ നല്ല വിലപിടിപ്പുള്ള, വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് ആ കട്ടിലുണ്ടാക്കി. ആ കട്ടിലിൽ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു കടത്തി യുദ്ധം തുടങ്ങി. അങ്ങനെ ആ യുദ്ധത്തിന്റെ അന്നത്തെ അവസാനമായപ്പോ യുദ്ധത്തിൽ വമ്പിച്ച പരാജയം. ഈ പരാജയം സംഭവിച്ചപ്പോൾ
ആളുകളുടെ ചർച്ചയായി എന്തിനും ഇയാളെ കൊണ്ടുവന്ന് വെറുതെ ഇത്ര പൈസ ചിലവുണ്ട്, ഇത്ര ടിക്കറ്റിന് ചിലവുണ്ട്, ഇങ്ങനെ ചർച്ച ഉണ്ടാവും. ഉത്തരവിധങ്ങളൊക്കെ എന്തിനാ കൊടുത്തത്? ഇപ്പോൾ 42,000 ഉറുപ്പിക ചിലവുണ്ട് ടിക്കറ്റിന് ഇങ്ങോട്ട് വരാം, അങ്ങോട്ട് പോകാൻ വരാം, എന്തിനാ ഇയാളെ കൊടുത്ത് കൊടുത്ത് ഇതൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. സുബ്ഹാനല്ലാഹ് എന്ന മാതിരി ചർച്ച ഇത് ഇന്ന് തുടങ്ങിയ ചർച്ചയല്ല, അന്നുണ്ട് എന്ന് പറയാം. ചർച്ച ചേർത്തുണ്ട്. ആ ചർച്ച ഇങ്ങനെ തുടങ്ങി ഇരുവിലി അറിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ അവിടെ വർത്താനം ഇവിടെ വർത്താനം ഭയങ്കര പ്രശ്നം. യുദ്ധത്തിന് അമീറായി ദുആക്ക് ഇജാബത്തുള്ള ആളുകൾ മഴ വേണമെന്ന മഴ വേണ്ടെന്ന് പറഞ്ഞാൽ മഴ വേണ്ട, ഇങ്ങനെ ദുആക്ക് ഇജാബത്തുള്ള ആളാന്നൊക്കെ പറഞ്ഞ് വലിയ സംഗതിയാക്കി ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു കൊണ്ടുവന്നിട്ട് എന്ത് സംഭവിച്ച് തോറ്റില്ലേ? ഭയങ്കര ഈ ചർച്ചയപ്പോൾ ഒരു സാധു ആള് പറഞ്ഞു, ഞങ്ങളെന്തിനാ അയാളെ പറ്റി ഇങ്ങനെ പറയണം, മൂപ്പർ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അടുത്തേക്ക് നമ്മൾ തന്നെ പോയി വെക്കാം. ആ ചായ ഒന്ന് നിർത്തൂലപ്പോ ഹലോ നിക്കാനുണ്ട് ഇന്നത്തെ ഈത്തപ്പഴം നാട്ടിലെ നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് ഒരു ഈത്തപ്പഴം. നിക്കാഹ് കഴിയൊന്നുമില്ല, നിക്കാഹിന്റെ നിബന്ധനയിൽ പെട്ടാണോ ഈത്തപ്പഴം തരുന്നത്. ഇന്നാളെ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഈത്തപ്പഴത്തിന്റെ 2 കുരു നമ്മൾ നിസ്കരിച്ച് വന്നപ്പോൾ ആ സൊപ്പിന്റെ അടിയിൽ വെച്ചു കാർപ്പറ്റിന്റെ കരിതാലയം വാങ്ങാൻ പോലുണ്ട്. അപ്പൊ അവിടെ വെക്കും, ഇല്ലെങ്കിൽ പള്ളിന്റെ ഏതെങ്കിലും ജനാലിന്റെ അവിടെ കൊണ്ടേക്കും. ഇതൊക്കെയാണ് പണി. അപ്പൊ ഞാൻ നാളെ പ്രസംഗിച്ചു, ഞാൻ പ്രസംഗിക്കാം കുരുല്ലാത്ത ഈത്തപ്പഴം നിക്കാഹിന് കൊടുക്കാൻ നല്ലത്, അതാണ് അപ്പുതലേ. അവൻ വേറെ ആളെ വെച്ചു തങ്ങളപ്പുറത്ത് ആ കച്ചവടം ഉണ്ടോ ഒക്കെ മറ്റേ ടീം പെട്ട ആ ചർച്ചന്റെ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈത്തപ്പഴം അത് ഞാൻ സാന്ദർഭികമായി ഇവരൊക്കെ ഇപ്പൊ 2-3 കുട്ടികൾ പോകുമ്പോൾ ഞാൻ നാട്ടിൽ പോവാണ് പെണ്ണിട്ടാൻ പോകാന്ന് പറഞ്ഞു. അപ്പൊ കുറെ ആളുകൾ കെട്ടാനുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈത്തപ്പഴത്തിന്റെ നിബന്ധനയിൽപ്പെട്ട സാധനമല്ല. ആളുകൾക്ക് എന്ത് ഈത്തപ്പഴവും ബദാമും അണ്ടിപ്പരിപ്പും ഇതിന്റെ നിബന്ധനയിൽപ്പെട്ട സംഗതിയാണോ എന്ന് കരുതിയിട്ട് നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ കൊണ്ടെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. നിക്കാഹിന് യഥാർത്ഥത്തിൽ 2 സാക്ഷികൾ വളരെ പ്രധാനമാണ്. നിക്കാഹിന് സാക്ഷിയാവാൻ കണ്ണ് കാണാത്ത ആളെ നിക്കാഹിന് സാക്ഷിയാവാൻ പറ്റൂല. കണ്ണ് കാണാത്ത ആളുകൾ എവിടെന്നെങ്കിലും ഒരാളൊന്നും ഒപ്പിടാൻ പറ്റൂല. കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത് കണ്ണ് കാണാത്ത ഒരാളെ നിക്കാഹിന് സാക്ഷിയായി ഒപ്പിടാൻ പറ്റൂല. അത്രയും ഒരു സംഭവമാണ് ഈ സാക്ഷി ഒപ്പിടാൻ തന്നെ. കാരണം എന്താ? അങ്കഹത്തുക ബിൻതി ഫാത്തിമ, എന്റെ മകൾ ഫാത്തിമയെ ഞാൻ എന്നെ ഏൽപ്പിച്ചു എന്ന് പറയുന്നതും ചുണ്ടനങ്ങുന്നതും കാണണം സാക്ഷി. അങ്ങനത്തെ ആളുകളെ പറ്റും. ഖബിൽതു മിൻക നിക്കാഹഹ, നിങ്ങൾ ഫാത്തിമയെ ഏൽപ്പിച്ചു തന്നത് ഞാൻ സ്വീകരിച്ചു എന്ന് പുയ്യാപ്പിള പറയുന്നത് എന്ത് ചെയ്യണം? കാണുകയും കേൾക്കുകയും ചെയ്യണം. ഇങ്ങനത്തെ ആളുകളാണ് നിക്കാഹിന് സാക്ഷിയാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ണ് കാണാത്ത ആളുകൾക്ക് ഇത് കഴിയില്ലല്ലോ. അപ്പൊ അത് പറ്റൂല. നമ്മൾ എത്ര സ്ഥലത്ത് ഒപ്പിടുന്നത്? പല സ്ഥലത്തുണ്ട്. ആളുകൾ ആരെയും വിളിച്ചിട്ട് ഒപ്പിടും. ഈ പഞ്ചായത്തിലുണ്ട്, നമ്മുടെ പഞ്ചായത്തിൽ ഈ രജിസ്റ്റർ ഓഫീസിന്റെ താഴെ ഉണ്ടാവും ഒരു നെയ്യപ്പം കട്ടൻ ചായ വെക്കണം വീടേക്കാർ. ഓൻ രജിസ്റ്റർ ഓഫീസ് അടക്കുമ്പോഴേ ഓൻ അടക്കും ചെയ്യും, തുറക്കണം. എല്ലാത്തിനും 2ാമത്തെ സാക്ഷിയോനാണ്. ഓനെ വിളിച്ചിട്ട് എല്ലാത്തിനും ഓനെ വിളിച്ചിട്ട് ഓ എല്ലായിടത്തും എന്തിനാണ് ഒപ്പിടുന്നത് ഓനെ കഴിയില്ല. ഇതേ മോഡല് നമുക്ക് നിക്കാഹിന് സാക്ഷിയാകാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചില്ലെങ്കിൽ ആ ഒരു നെയ്യപ്പം പയമ്പൊരി കയ്യോളം അത് കറക്റ്റേ കാരണം 3 മണി 4 മണി രജിസ്റ്റർ ഓഫീസ് അടക്കണവരെ അതുവരെ എല്ലാത്തിനും 2ാമത്തെ ഒപ്പം വരാം. 2 ആൾ മതി എല്ലായിടത്തും. ഷറയിലുണ്ട്, ദുനിയാവിലുണ്ട് 2 ആൾ. ഈ 2ാമത്തെ ആളിന് അപ്പൊ ദീനിൽ എന്ത് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മുടെ നിക്കാഹ് നടക്കുമ്പോ ആ നിക്കാഹിന്റെ ഇടയിൽ കൂടെ പീഡികക്കാരുണ്ടാവും. ഒരു സഫ് ഓരുണ്ടാവും. 3 ആള് ആടിന്റെ ഭാഗത്തുനിന്ന് 3 ആള് പെണ്ണിന്റെ ഭാഗത്ത്. പിന്നെ ലൈറ്റ് അടിച്ചാൽ ഓരോരുത്തരും ഓരോരു സഫായിട്ട് നിന്നാൽ പിന്നെ സാക്ഷികളാരുണ്ടാവും ഉണ്ടാവും. എന്നാലും ഓരോട് കാര്യം പറയും. അപ്പോൾ ഓർക്കും മാറിക്കളയാം എന്നോട്ടൊക്കെ. ഇവിടെ ആകും എന്തായുള്ളൂ അങ്ങനെ കുടിച്ചന്നെയാണ് അല്ലേ? ഓരോ ലൈറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഏതായാലും സമാധാനമുണ്ട്. അപ്പൊ എന്നോട് ഇങ്ങനത്തെ കുറെ കാട്ടിക്കൂട്ടലുണ്ട്. ഇതിപ്പോ ഒരു മാമൂല് പെട്ട തന്നെയാണ്. വർഷത്തിൽ ഇങ്ങനെ പരിപാടി നടക്കണം, ഒരു തങ്ങളെ പെടണം. ആ ഒരു തങ്ങൾക്ക് തന്നെ ഞാനായതുള്ളൂ, വേറെ വർഷമൊന്നുമില്ല. ഇത്രയുള്ളൂ. ഇതൊക്കെ മാമൂലിന്റെ എല്ലാ സംഗതിയും അങ്ങനെ തന്നെയാണ്. സുന്നത്ത് എല്ലാ കാര്യവും നിക്കാഹ് അങ്ങനെയാണ്, വയറ് അങ്ങനെയാണ്, മരിച്ചവരുടെ പരിപാടി എങ്ങനെയാണ്. അങ്ങനെ തന്നെ മനുഷ്യനെ മരിച്ചവരും അങ്ങനെ തന്നെയാണ്. അതൊരു മാമൂലായിരുന്നു. മരിച്ചവരാ വിഷയമൊന്നുമില്ല. എന്തേലും ഷുഗർ 560 അത് ഖലാസ് പോട്ടെയാണ്. മറ്റോനെ 760 ഓ മരിച്ചിട്ടൊന്നുമില്ല. എന്താണ് ഓ മരിക്കാത്തത്? ഔ ചർച്ച നടത്തണം. എല്ലാ ചർച്ച തന്നെ. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ
അണികൾ ഇങ്ങനെ ചർച്ചയായപ്പോൾ ഒരു നല്ല മനുഷ്യൻ പറഞ്ഞു, നമുക്ക് ബഹുമാനപ്പെട്ടവരുടെ ചെന്ന് ചോദിക്കാം, എന്തേ ഇപ്പൊ യുദ്ധത്തിൽ പരാജയം സംഭവിച്ചത്? യുദ്ധത്തിൽ വലിയ വിജയമൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണല്ലോ നേതാവിനെ എന്ന് ചോദിച്ച ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ച് യുദ്ധത്തിൽ പരാജയം സംഭവിക്കാനുള്ള കാരണം മൂപ്പര് പറയാൻ. എന്താണ് ഇന്നത്തെ കാരണം ചോദിച്ചാൽ മൂപ്പര് പറഞ്ഞു ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അംശനോട് ചോദിച്ചാൽ മതി. എന്താ ചോദ്യം? ഇന്ന് സുബഹി നിസ്കരിച്ചപ്പോൾ ആ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് അറാക്ക് പോലത്തെ വസ്തുക്കളെ കൊണ്ട് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സുബഹി നിസ്കരിച്ചപ്പോൾ അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ എത്ര ആളുണ്ട്? ഇപ്പൊ ഈ സദസ്സിന് ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും, എത്ര തീരുമാനമാവും ഈ സദസ്? ഇതിന്റെ പയമ്പൂരി മാത്രം ബാക്കി ഉണ്ടാവും, ബിരിയാണിയുള്ള അവിടെ പീസാക്കാൻ അല്ലേ? ഒരൊറ്റ ചോദ്യ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ഒരൊറ്റയൊന്നും ഈ സുന്നത്ത് ചെയ്തിട്ടില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞു, ഇന്നത്തെ യുദ്ധത്തിൽ പരാജയം സംഭവിക്കാനുള്ള കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്. പിറ്റേന്ന് മദീനയിലേക്ക് അറാഖ് കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. അറാഖുമായി വന്നു. എല്ലാവരും ആ സുന്നത്ത് എടുത്തിട്ട് യുദ്ധം തുടങ്ങി. അൽഹംദുലില്ലാഹ് യുദ്ധം വിജയിക്കുകയും ചെയ്തു. കണ്ടോ? അപ്പൊ ഒരു സുന്നത്തായ കാര്യം. ഇപ്പൊ നമ്മളെ കച്ചവടത്തിൽ പരാജയം, ഇത് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്, ഇന്നിപ്പോ നാട്ടിലാണ് രോഗത്തിനെ പറ്റി നല്ല അറിയുള്ളൂ, നിങ്ങൾക്ക് അത്ര അറിയില്ല. രോഗമായി പോവുകയാണ് ഇവിടുന്ന്. രോഗമായി പോകുമ്പോഴാണ് അവിടെ എത്തുന്നത്. പ്രവാസികളാകുന്ന ആളുകൾ ഇവിടുന്ന് രോഗിയായി നിൽക്കുന്നില്ല. രോഗമാണെന്ന് പറഞ്ഞാൽ ഡോക്ടർമാരെന്നെ പറയുന്നത് നാട്ടിലേക്ക് പിടിച്ചോളിയും, പിന്നെ വിളിച്ചാളത് മെൻസും അവിടെ അങ്ങോട്ടുള്ള സംഗതിക്കാൻ പിടിക്കാനുള്ളത് അവിടെ എത്തുന്നത്. ഈ അസുഖം നല്ല കിഡ്നി പേഷ്യൻ്റ് ഞങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അറ്റാക്കിന്റെ രോഗികൾ കൂടുതൽ. കിഡ്നി പോയത് എല്ലാ ഒരു സദസ്യ എന്നാൽ ഒരു 15 ആളുകൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആളുകളും കിഡ്നി പോയ ആളുകളാണ്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നിന്ന് ഭക്ഷണം കഴിക്കുക, നിന്ന് വെള്ളം കുടിക്കുക, ഇതൊരു പ്രശ്നമില്ല. ആർക്കാ പ്രശ്നമുണ്ട്? കുറച്ച് മുമ്പ് നമ്മുടെ നാട്ടുകളിൽ വഫ എന്ന് പറഞ്ഞ ഒരു സംഗതി, വഫ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഇറങ്ങിയിരുന്നു. ആളുകൾ നിന്ന് കൊടുക്കുക, ഇരിക്കണ മനുഷ്യന്മാരൊക്കെ എണീപ്പിച്ചിട്ട് ചോറൊക്കെ എന്ത് ചെയ്യുക, അവനവൻ തന്നെ വളർത്തിയിട്ട് അവനങ്ങനെ നിന്ന് ഇപ്പോഴും ഉണ്ട് ഇവിടെ നാട്ടിലുണ്ട്. ഈ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, അല്ലാഹു തആല മാറാത്ത രോഗങ്ങൾ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. ആ സാധനം തന്നെയാണ് ഈ ക്യാൻസറും അതുപോലെ തന്നെ ഈ കിഡ്നി പോയതൊക്കെ. നിന്നല്ലേ ഭക്ഷണം കഴിക്കൽ. നമ്മുടെ റൂമിൽ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെങ്ങനെ കഴിക്കൽ? റൂമിൽ തന്നെ കഴിക്കുമ്പോൾ, കാരണം ആകെ 3 കസാല ഉണ്ടാവുക, അല്ലാതെ ഒരു ബാത്റൂം ഉണ്ടാവും. ആ ബാത്റൂമിൽ നമുക്ക് മുട്ടി നമ്മളിങ്ങനെ പുറത്ത് നിൽക്കലാണ്. ഇവന്റെ 6:15 ഇവന്റെ സമയം 6:20